ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ എക്സാം ആണ് സ്ട്രോങ് റൂം ഗാർഡ് അല്ലെ. നമ്മുടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ നോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ആണ് സ്ട്രോങ് റൂം ഗാർഡ് എന്ന് പറയുന്ന എക്സാം. അപ്പൊ ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട എന്താണ് അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മളോട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോ നമുക്കറിയാം സ്ട്രോങ് റൂം ഗാർഡിന്റെ എക്സാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഫിസിക്കലും മെഡിക്കലും ഒക്കെ ഉണ്ടാകും. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നില്ല. എങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞ ശേഷം നമുക്ക് എക്സാംസും ഡീറ്റെയിലും എത്ര കട്ട് ഓഫിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നിങ്ങൾക്ക് അറിയാം 107/2026 ആയിരുന്നു. യെസ്, നമുക്ക് ഒന്നാമത്തെ ചോദ്യം മുതൽ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ISROയുടെ ആസ്ഥാനം എവിടെയാണ്? നമുക്ക് അറിയാം ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ബംഗളൂരു ആണ്. ISROയുടെ ആസ്ഥാനം ബംഗളൂരു. രണ്ടാമത്തെ ചോദ്യം: ഏത് ദിവസമാണ് അന്താരാഷ്ട്ര ഭൗമ ദിനമായി ആചരിക്കുന്നത്? അതിന്റെ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്, ഏപ്രിൽ 22 ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഇങ്ങനെയാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ നർഗീസ് മുഹമ്മദിയാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്, നർഗീസ് മുഹമ്മദിയാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ അതിഥി അശോക് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? അതിഥി അശോക് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി? ഏതാണ്? ഷൂട്ടിംഗ് ആണ്. ഇവിടുത്തെ ആൻസർ ഷൂട്ടിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു കൃതിയെ കുറിച്ചാണ്. മൈ സൈഡ് എന്നത് ഏത് കായിക താരത്തിന്റെ കൃതിയാണ്? മൈ സൈഡ് എന്നത് ഏത് കായിക താരത്തിന്റെ കൃതിയാണ്? അത് ഓപ്ഷൻ ബി ഡേവിഡ് ബെക്കാമിന്റെ കൃതിയാണ് മൈ സൈഡ് എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഓപ്ഷൻ എ വഡോദരയിലാണ്. ഇന്ത്യൻ റെയിൽവേ സ്റ്റാഫ് കോളേജ് വഡോദരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഈസിയായ 6 ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മുടെ പരീക്ഷയിലൊക്കെ PSC പരീക്ഷയിൽ ഉൾപ്പെടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. മറ്റൊന്ന്, ഇന്ത്യൻ റെയിൽവേ സമ്പ്രദായം ആരംഭിച്ചത് ആരാണ്? ഡൽഹൌസിയാണ്. ഇന്ത്യൻ റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ഡൽഹൌസിയാണ്. അതുപോലെ തന്നെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം എന്ന് പറയുന്നത് ജൂലൈ 30 ആണ്. ലോക മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനം ജൂലൈ 30 ആണ്. ഒൻപതാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നാണ്? അത് ഓപ്ഷൻ എ പാർലമെന്റ് ആണ്. നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ളതാണ് കൃത്യമായി നോക്കുന്നത്. അതിൽ തെറ്റും ശരിയും നമ്മളിവിടെ നോക്കുന്നില്ല. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പത്താമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നരസിംഹം കമ്മീഷൻ ഏത് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ബാങ്കിങ് ആണ്. ഓപ്ഷൻ ബി ബാങ്കിങ് ആണ്. അതുപോലെ തന്നെ അരുൾനൂൽ എന്ന ഗ്രന്ഥം എഴുതിയതായി? അരുൾനൂൽ എന്ന ഗ്രന്ഥം എഴുതിയത് വൈകുണ്ഠ സ്വാമികളാണ്. നമുക്കറിയാം വൈകുണ്ഠ സ്വാമികളാണ്. 12 കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം 1941 ആണ്. മറ്റൊന്ന്, ഇമെയിൽ സംവിധാനം കണ്ടുപിടിച്ചത് ആരാണ്? നമുക്കറിയാം അല്ലെ, റേ ടോംലിൻസൺ ആണ്. ടോംലിൻസൺ ആണ് ഇമെയിൽ സംവിധാനം കണ്ടുപിടിച്ചത്. മറ്റൊന്ന്, 14ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. വയലാറാണ് ആദ്യത്തെ കയർ ഗ്രാമം. അതുപോലെ ജാത്ര ഏതു സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? പശ്ചിമ ബംഗാളിലെ നൃത്തരൂപമാണ് ജാത്ര എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് കാർട്ടോഗ്രാഫി. കാർട്ടോഗ്രാഫി. ഇസ്രായേൽ കറൻസിയുടെ പേരെന്താണ്? ഇസ്രായേലിന്റെ കറൻസിയുടെ പേര് നമുക്കറിയാം ഷെക്കൽ എന്നാണ്. ഷെക്കൽ. അതുപോലെ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം 1949 ആണ്. 1949. 19ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആൻ അൺഫിനിഷ്ഡ് ഡ്രീം ആരെഴുതിയ കൃതിയാണ്? ആൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന് പറയുന്നത് വർഗീസ് കുര്യന്റെ കൃതിയാണ്. വർഗീസ് കുര്യൻ. മറ്റൊന്ന്, ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപകൻ ചോദിച്ചാൽ ലാല ഹർദയാലാണ്. ഗദ്ദർ പാർട്ടി ലാല ഹർദയാലാണ് എന്ന് മനസ്സിലാക്കുക. 21ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ? ഈസിയായ ചോദ്യമാണ്, മാർത്താണ്ഡവർമ്മയാണ്. ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശി ചോദിച്ചാൽ ഹെൻറി ഡ്യൂനന്റ്. ഹെൻറി ഡ്യൂനന്റ്. കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. മറ്റൊന്ന്, ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അത് ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ. 25ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ വനിതാ താരം ചോദിച്ചാൽ ആരാണ്? അത് മിതാലി രാജാണ്. മിതാലി രാജാണ്.
ഓക്കെ. ഇനി 26ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ആണ് ഓപ്ഷൻ എ ഭോപ്പാലിലാണ്, ഭോപ്പാൽ. മറ്റൊന്ന് 27 നാംദഫ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ്? നാംദഫ നമുക്കറിയാം അരുണാചൽ പ്രദേശിലാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ. അടുത്തത് 28ാമത്തെ ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ വിധവകളുടെ പുനർവിവാഹത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? വിധവകളുടെ പുനർവിവാഹമാണ്. അതിന്റെ ഓപ്ഷൻ എ ആണ് മംഗല്യാണ്, മംഗല്യ. 29 സാമൂഹ്യ ക്ഷേമ പദ്ധതിയായ മുഖ്യമന്ത്രി ശ്രമിക് കല്യാൺ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മുഖ്യമന്ത്രി ശ്രമിക് കല്യാൺ യോജന ആരംഭിച്ചത് അരുണാചൽ പ്രദേശിലാണ്, അരുണാചൽ പ്രദേശ്. മറ്റൊന്ന് കേരളത്തിലെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി തിരുവനന്തപുരത്താണ് കേരളത്തിലെ മണ്ണ് മ്യൂസിയം. 31ാമത്തെ ചോദ്യം UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1948 ആണ്, 1948. 33ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വ്യവസ്ഥ ചെയ്തത്? അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യവസ്ഥ ചെയ്യുന്ന ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 324 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 34ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ 34 ഇങ്ങനെയാണ്: വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഏതാണ്? അത് ഓപ്ഷൻ സി ലഡാക്ക് ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരിക. 35ാമത്തെ ചോദ്യം മധ്യകാലഘട്ടത്തിലെ കേരളത്തിലെ നാടുവാഴികൾ കൈവശം വെച്ചിരുന്ന ഭൂമി ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? മധ്യകാലഘട്ടത്തിൽ അത് ചേരിക്കൽ എന്നാണ്. 36 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? അത് ഓപ്ഷൻ ഡി മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. 37 ഏതാണ്? യമുന നദിയുടെ പ്രധാന പോഷക നദിയാണ് ഏതാണ്? ഓപ്ഷൻ എ ചമ്പലാണ്, ചമ്പൽ. ഓക്കെ. 38ാമത്തെ ചോദ്യം 2024 പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാവ് ആരാണ്? അത് ഓപ്ഷൻ ബി ഇന്ത്യയാണ്, ഇന്ത്യ. 39 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920 ആണ്, 1920. ഓക്കെ. അടുത്തത് 2024 ദാദാസാഹിബ് പുരസ്കാരം നേടിയ നടൻ ആരാണ്? അത് ഷാരൂഖ് ഖാൻ ആണ്, ഓപ്ഷൻ സി ഷാരൂഖ് ഖാൻ. 41 ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ രചിച്ചത്? ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പിയാണ്, ശ്രീകുമാരൻ തമ്പി. 42ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ചെയർപേഴ്സൺ ആണ്, ഇന്ത്യയിലെ ആദ്യത്തെയാണ് ചോദിച്ചത്, അത് പിനാകി ചന്ദ്രഘോഷ് ആണ്, പിനാകി ചന്ദ്രഘോഷ്. 43ലേക്ക് എത്തുമ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നമുക്കറിയാം നിതിൻ ഗഡ്കരി ആണ്, അല്ലെ? നിതിൻ ഗഡ്കരിയാണ്. 44 കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ കണ്ണൂരാണ്, കണ്ണൂർ. 45 തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? അത് ഓപ്ഷൻ സി രാജരാജ ചോളൻ ഒന്നാമനാണ്. ഓക്കെ. 46ാമത്തെ ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? അത് ഓസ്ട്രേലിയയാണ്, ഓസ്ട്രേലിയ. 47 തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയതെന്നാണ്? ക്ഷേത്ര പ്രവേശന വിളംബരം ഓപ്ഷൻ ഡി 1936 നവംബർ 12 ആണ്. 48ാമത്തെ ചോദ്യം സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? അത് ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ്, ഓപ്ഷൻ ബി ഹൈഡ്രജൻ. 49 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ഗുജറാത്ത് ആണ്, ഗുജറാത്ത്. 50ാമത്തെ ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഓക്കെ. അടുത്ത 51ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മാത്സിലേക്കാണ്. 51ാമത്തെ ചോദ്യം എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 0.5 all raised to cube divided by 1.25 എന്ന് തുല്യമായ സംഖ്യ ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 52 23 raised to 11 എന്നതിന്റെ ഒന്നിന്റെ സ്ഥാനത്തുള്ള സംഖ്യ 7 ആണ്, ഓപ്ഷൻ സി 7 ആണ് വരിക. അടുത്തത് ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:2 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ഏറ്റവും ചെറിയ കോണളവ്? അത് ഓപ്ഷൻ ബി 36 ഡിഗ്രി ആണ്, 36 ഡിഗ്രി. 54ാമത്തെ ചോദ്യത്തിലേക്ക് ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 8 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു, വാർഷിക പലിശ നിരക്ക് എത്ര? അത് ഓപ്ഷൻ ബി 12.5% 55ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഒരു ചതുരശ്ര യൂണിറ്റ് പരപ്പളവുള്ള ഗ്രിഡ് വരച്ചിരിക്കുന്നു, അടയാളപ്പെടുത്തിയിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര? ഓപ്ഷൻ എ ആണ് 11 ചതുരശ്ര യൂണിറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 56ാമത്തെ ചോദ്യം
ഒരു കിലോയ്ക്ക് 20 രൂപ വിലയുള്ള ഗോതമ്പും 28 രൂപ വിലയുള്ള ഗോതമ്പും എത്ര അനുപാതത്തിൽ ചേർത്താലാണ് ഒരു കിലോയ്ക്ക് 25 രൂപ വിലയുള്ള ഗോതമ്പ് ലഭിക്കുക? അത് ഓപ്ഷൻ സി 3:5 ആണ്. മറ്റൊന്ന്, 33 ആൾക്കാർ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അങ്ങനെയെങ്കിൽ 15 ആൾക്കാർ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടിവരും? ഓപ്ഷൻ എ 22 ദിവസം. 58ാമത്തെ ചോദ്യം, ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 10% കുറഞ്ഞാൽ അതിന്റെ പരപ്പളവിന്റെ മാറ്റം എത്ര? ഓപ്ഷൻ ബി 19% കുറയും. 59ാമത്തെ ചോദ്യം, 6 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും 2 മീറ്റർ ഉയരവുമുള്ള ഒരു പെട്ടിയിൽ വയ്ക്കാവുന്ന ഏറ്റവും നീളം കൂടിയ കോലിന്റെ നീളം എത്രയാണ്? ഓപ്ഷൻ ഡി 7 മീറ്റർ ആണ്. 7 മീറ്റർ. 60ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് അതിവർഷമല്ലാത്തത്? അത് 2100 ആണ് അതിവർഷമല്ലാത്തത്. 61 മുതൽ ഇംഗ്ലീഷ് ആണ്. This is the song that I am fond of. The preposition in the sentence is. ഇവിടെ ഓപ്ഷൻ ഡി ഓഫ് ആണ് preposition ആയിട്ട് വരുന്നത്. മറ്റൊന്ന്, ഫെമിനൈൻ ജെൻഡർ ഓഫ് ഡ്യൂക്ക് ഈസ് ഡച്ചസ് ആണ് അല്ലെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത 63, the person who loves book is a bibliophile ആണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 64, it dash since yesterday it has been raining എന്നാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. 65, one of the students dash not wearing proper uniform ഏതാണ്? ഓപ്ഷൻ എ ഈസ് ആണ് വരിക. അടുത്തത് ഏതാണ്? which one is correct? ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ് അസാസിനേഷൻ എന്നത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ദ ക്വസ്റ്റ്യൻ ടാഗ് ഓഫ് ഐ ആം സ്മാർട്ട് ഈസ്. അത് ആറിന്റെ ഐ ആണ്. ഓപ്ഷൻ സി ആണ് വരിക. പിന്നെ വിച്ച് വൺ ഈസ് ഇൻ പോസിറ്റീവ് ഡിഗ്രി ഏതാണ്? ഹി ഈസ് എ സ്ട്രോങ് ബോയ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ അഡ്ജക്റ്റീവ്. തന്നിരിക്കുന്നത് അഡ്ജക്റ്റീവ് കണ്ടെത്താനാണ്. ഐ സോ എ ചാമിങ് ഗേൾ ഏതാണ് അഡ്ജക്റ്റീവ്? ചാമിങ് ആണ് അല്ലെ, ചാമിങ് ആണ് അഡ്ജക്റ്റീവ്. മറ്റൊന്ന് പുട്ട് ഓഫ് മീൻസ്. പുട്ട് ഓഫ് വെച്ചാൽ എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക. ഓപ്ഷൻ ബി പോസ്റ്റ്പോൺ ആണ്. ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് വരികയാണ്. ഒന്ന്, 18 കവികളിൽ ആരുടെ രചനയാണ് തന്ത്ര സമുച്ചയം? നോക്കുക, ചേനാസ് നാരായണൻ നമ്പൂതിരി. നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്, പറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊന്ന്, ശബരിമലയിലും ഏറ്റുമാനൂരിലും തന്ത്രി മുഖ്യസ്ഥാനം ഏത് ബ്രാഹ്മണ ഭവനത്തിലാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്? നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ട്, താഴ്മൺ നമ്പൂതിരി എന്നതാണ്. 73, ചേർത്തല ക്ഷേത്രത്തിലെ പൂരപ്പാട്ടും ക്ഷേത്രങ്ങളിലെ മൃഗബലിയും നിർത്തലാക്കിയത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? റീജന്റ് റാണി സേതുലക്ഷ്മിബായി. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, കണ്ണശ കവികൾക്ക് ആദിത്യമരുളിയ പാരമ്പര്യത്തിന്റെ ഉടമയായി കരുതപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാൽ മലയൻകീഴ് മഹാവിഷ്ണു ക്ഷേത്രമാണ്. കേരളത്തിലെ ഹൈന്ദവ ദേവാലയങ്ങളോടനുബന്ധിച്ച് വളർന്നു വികസിച്ച നാട്യകലകളിൽ പ്രഥമ സ്ഥാനം ഏത് കലാരൂപത്തിനാണ്? അത് കഥകളിക്കാണ്. ഓപ്ഷൻ സി കഥകളിയാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. 76ാമത്തെ ചോദ്യം, ഓണനാട് എന്ന നാട്ടുരാജ്യം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്ഷൻ സി കായംകുളമാണ്. കായംകുളം. അടുത്തത് 77ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പ്രസിദ്ധമായ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം, പ്രസിദ്ധമായ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം ഏത് കൊട്ടാരത്തിലാണ്? അത് കൃഷ്ണപുരം കൊട്ടാരമാണ്. കൃഷ്ണപുരം കൊട്ടാരം. മറ്റേ 78ാമത്തെ ചോദ്യം, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഹൈന്ദവ ദേവാലയം. ഇവിടത്തെ ഉത്തരം വരുന്നത് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രമാണ്. തൃക്കണ്ടിയൂർ ശിവക്ഷേത്രമാണ്. അടുത്ത 79ലേക്ക് എത്തുമ്പോൾ വടക്കൻ കോട്ടയം രാജാവിന്റെ കുലദേവതയായ ശ്രീ പോർക്കലി പ്രതിഷ്ഠയുള്ള ചങ്ങനാശ്ശേരിയിലെ ക്ഷേത്രം ചോദിച്ചാൽ മോർക്കുളങ്ങര ഭദ്രകാളി ക്ഷേത്രമാണ്. മോർക്കുളങ്ങര ഭദ്രകാളി ക്ഷേത്രം. 80ാമത്തെ ചോദ്യം, കേരളത്തിൽ എത്ര ദേവസ്വം ബോർഡുകളാണ് നിലവിലുള്ളത്? 5 ദേവസ്വം ബോർഡുകളാണ് കേരളത്തിൽ നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കുക. അടുത്ത 81ലേക്ക് നമ്മൾ എത്തുമ്പോൾ തൃക്കാക്കര എന്ന സ്ഥലനാമത്തിന്റെ നിഷ്പത്തി ഏതു ദേവനുമായി ബന്ധപ്പെട്ടതാണ്? ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, വാമനമൂർത്തിയാണ്. വാമനമൂർത്തി. അതുപോലെ ശ്രീരാമൻ ജനിച്ച നക്ഷത്രം നമുക്കറിയാം, പുണർദമാണ്. പുണർദം. 83, കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി നാളിൽ ആഘോഷിക്കുന്ന ഉത്സവം അത് ശിവരാത്രിയാണ്. ശിവരാത്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യകാമൻ ആരുടെ പുത്രനാണ്? ശിബിയുടെ പുത്രനാണ് സത്യകാമൻ. ഹിരണ്യാക്ഷനെ വധിച്ചതാരാണ്? വരാഹമൂർത്തിയാണ് അല്ലെ, വരാഹമാണ് ഹിരണ്യാക്ഷനെ വധിച്ചത്. മറ്റൊന്ന്, വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശി ഏത് അമ്പലവുമായി ബന്ധപ്പെട്ടതാണ്? ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്, ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ശിവാനന്ദ ലഹരിയുടെ കർത്താവ് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യരാണ്. അടുത്തത് 88ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ചോദിച്ച അതേ ചോദ്യം തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷെ ചോദ്യം ഒന്ന് വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
കേരളീയ ക്ഷേത്ര തന്ത്രവിദ്യയിലെ ആധികാരിക ഗ്രന്ഥമായ തന്ത്ര സമുച്ചയ ഗ്രന്ഥം രചിച്ചത് നമ്മൾ ഓൾറെഡി ഏറ്റവും ആദ്യത്തെ ദേവസ്വം ബോർഡിന്റെ ചോദ്യം ഇതായിരുന്നു. ഏതാണ്? ചേനാസ് നാരായണ നമ്പൂതിരി ആയിരുന്നു. അടുത്ത 89ലേക്ക് എത്തുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രം സർക്കാർ ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ അത് CH ദാമോദരൻ നമ്പ്യാറാണ്. ദാമോദരൻ നമ്പ്യാർ. മറ്റൊന്ന്, കേരളത്തിൽ മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപത്തിൽ അവതാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് അരിയന്നൂർ ഹരികന്യകാ ക്ഷേത്രം. അരിയന്നൂർ ഹരികന്യകാ ക്ഷേത്രം. 91, ദേവി മഹാത്മ്യ സ്തോത്രം ഏത് പുരാണത്തിലാണ് വർണ്ണിക്കുന്നത്? അത് ഓപ്ഷൻ സി മാർക്കണ്ഡേയ പുരാണത്തിലാണ്. 92ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പ്രസിദ്ധനായ വേദ വ്യാഖ്യാതാവ് ഓപ്ഷൻ എ സായണനാണ്. സായണൻ. മറ്റൊന്ന്, പുരുഷ സൂക്തത്തിന്റെ ഋഷി എന്നറിയപ്പെടുന്നത് നാരായണനാണ്. പുരുഷ സൂക്തത്തിന്റെ ഋഷി നാരായണനാണ്. അടുത്ത 94ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യാഗങ്ങളിലെ ക്രിയാപദ്ധതികൾ വിവരിക്കുന്ന വേദാംഗം അത് കൽപ്പമാണ്. ഓപ്ഷൻ ബി കൽപ്പം. മറ്റൊന്ന്, ഗംഗാ സഹസ്രനാമം വർണ്ണിക്കുന്ന പുരാണമാണ് സ്കന്ദപുരാണം. സ്കന്ദപുരാണം. 96, കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ. 97ാമത്തെ ചോദ്യം, തത്വമസി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ചാന്തോക്യം. ചാന്തോക്യം. അതുപോലെ തന്നെ 98ാമത്തെ ചോദ്യം, പുഷ്പക വിമാനം രൂപകൽപ്പന ചെയ്തത് വിശ്വകർമാവാണ്. വിശ്വകർമാവ്. 99, കൂത്തിന് ഉപയോഗിക്കുന്ന കേരളീയ താളവാദ്യമാണ് മിഴാവ്. മിഴാവ്. ഓക്കെ. അടുത്തത്, ഒരു വശം മാത്രം അടിച്ചു വായിക്കുന്ന വാദ്യം അതാണ് ഗഞ്ചിറ. ഗഞ്ചിറ. ഇങ്ങനെ 100 ചോദ്യങ്ങളാണ് സ്ട്രോങ് റൂം കാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെ? 100 ചോദ്യങ്ങൾ. അപ്പൊ ഇതിൽ ഏകദേശം 30ഓളം ചോദ്യങ്ങൾ, 30ൽ കൂടുതൽ വേണമെന്ന് പറയാം, നമുക്ക് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് അത്യാവശ്യം എന്താണ് സ്റ്റാൻഡേർഡ് ചോദ്യം എന്ന് പറയാം. 50നും 62നും ഇടയിലായിരിക്കും ഒരു കട്ട് ഓഫ് വരാനുള്ള സാധ്യത നമ്മൾ കണക്കാക്കുന്നത്. ഇതിൽ മാറ്റം വരാം. നമ്മൾ ഉറപ്പൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കട്ട് ഓഫ് ആണ്. ഈ ഒരു കട്ട് ഓഫ് ഫോഴ്സ് ആണ്. അതായത് നമ്മൾ ഇനിയിപ്പോ മെഡിക്കലും ഫിസിക്കലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിൽ കട്ട് ഓഫ് വരാനാണ് സാധ്യത. 50നും 62നും ഇടയിൽ ഒരു കട്ട് ഓഫ് വരാം. ഇതൊരു പ്ലസ് ഓർ മൈനസ് 4 മാർക്ക് ഇങ്ങോട്ട് വരില്ല. അങ്ങോട്ട് പറഞ്ഞ 66 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും സ്ട്രോങ് റൂം ഗാർഡുമായി ബന്ധപ്പെട്ട ഒരു കട്ട് ഓഫ് വരിക. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് ഒരു 66+ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത നിങ്ങൾ ഫിസിക്കലിനും അതുപോലെ തന്നെ മെഡിക്കലിനും വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് തയ്യാറെടുത്ത് നിൽക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു ഓൾ.